ദിസ് വാസ് എൻ ആബ്സല്യൂട്ട് ട്രീറ്റ്. ഡിപ്പാർച്ചർ. യെസ്. പക്ഷെ എന്നാലും നമ്മുടെ പ്രേക്ഷകർ ഡെഫിനറ്റ്ലി മെജോറിറ്റി ഓഫ് ദം മലയാളം പാട്ടുകൾ കേൾക്കാനും പാടാനും ഇഷ്ടമുള്ളവരാണ്. അപ്പോൾ അവർക്ക് ഗായത്രി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഗായത്രി പാടിയിട്ടുള്ള സിനിമാ ഗാനങ്ങളായിരിക്കും അവരുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി അവരിങ്ങനെ ആലോചിക്കുന്നുണ്ടാവും, ഇത്രയും നേരമായിട്ട് ഗായത്രിയുടെ ഒരു പാട്ട് പാടിപ്പിച്ചില്ലല്ലോ എന്താണാവോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അടുത്തത് ഗായൻ്റെ ഒരു പാട്ട് പ്ലീസ് ഫോർ അസ്. ഡെഫിനറ്റ്ലി സ്പിരിറ്റിലെ പാടാം. സ്പിരിറ്റ്, രഞ്ജിത്ത് സാറിൻ്റെ സ്പിരിറ്റ് എന്നുള്ള മൂവിയിൽ മഴ കൊണ്ട് മാത്രം. ഷെഹബാസാണ് മ്യൂസിക്, റഫീഖ് അഹമ്മദ്, റഫീഖ് ജിയാണ് ഇതിൻ്റെ ലിറിക്സ്. ഇതിൻ്റെ 2 വേർഷൻസ് ഉണ്ട്. വിജയും പാടിയിട്ടുണ്ട്, ഞാൻ പാടിയിട്ടുണ്ട്. അപ്പം മഴ കൊണ്ട് മാത്രം എനിക്ക് തോന്നുന്നത് വളരെ പോപ്പുലറായ പാട്ടുകളിൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ഫാസ്റ്റ് സോങ്. പറഞ്ഞു വരുമ്പോൾ അങ്ങനെ ഒരു ക്രൗഡ് പുള്ളറൊന്നുമല്ല ആ പാട്ട്. പക്ഷേ സ്റ്റിൽ എ ലോട്ട് ഓഫ് പീപ്പിൾ ലവ് ഇറ്റ് ഫോർ ദ സേക്ക് ഓഫ് പോയിട്രി ആൻഡ് ദ മെലഡി. അപ്പോൾ നമുക്ക് ആ പാട്ട് പാടാം. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തീരകളുണ്ട് ആത്മാവിനുള്ളിൽ. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തീരകളുണ്ട് ആത്മാവിനുള്ളിൽ. ഒരു ചുംബനത്തിനായി ദാഹം ശമിക്കാതെ എരിയുന്ന പൂവിതൾ തുമ്പുമായി പറയാത്ത പ്രിയതരമാമൊരു വാക്കിൻ്റെ മധുരം പടർന്നൊരു ചുണ്ടുമായി വെറുതെ പരസ്പരം നോക്കിയിരിക്കുന്നു നിറമൗന ചഷകത്തിനിരുപുറം നാം. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തീരകളുണ്ട് ആത്മാവിനുള്ളിൽ. താങ്ക് യു ഗായത്രി. വാട്ട് എ ബ്യൂട്ടിഫുൾ സോങ്. എന്തൊരു സുഖം കേൾക്കാനായിട്ട്. താങ്ക്സ് എ ലോട്ട് ഫോർ കമ്മിങ് ഓൺ ഡ്യുവറ്റ്. ഇത്ര ഫോർമാലിറ്റി ഒന്നും ആവശ്യമില്ല. അല്ല എന്നാലും I wanted to be a part of this show, you know. It is so beautiful. അപ്പം ഇത്ര നല്ല മ്യൂസിഷ്യൻസിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ, ഇവിടെ പെർഫോം ചെയ്യാൻ പറ്റിയതിൽ എല്ലാവരോടും, രാജേഷ്, ഫ്രാൻസിസ്, റാൽഫിൻ, യു ആർ ഓൾ അമേസിങ് ആൻഡ് യു ഹാവ് സച്ച് എ നൈറ്റിംഗേൽ ആസ് എ ഹോസ്റ്റ്. അപ്പോൾ അത് മാത്രമേ അവർക്കൊരു അഭിപ്രായമുള്ളൂ. എളിമ കുടിപ്പല്ലേ ഇത്രയും വേണ്ടായിരുന്നു. എളിമ ശ്രീമതി വേണ്ട. എന്തായാലും എനിക്ക് വളരെ വളരെ സന്തോഷം ഇവിടെ വരാൻ പറ്റിയതിൽ.
ഇനിയും ഈ പ്രോഗ്രാം ആയിരക്കണക്കിന് എപ്പിസോഡുകൾ നടന്നുകൊണ്ടിരിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. ബെസ്റ്റ് വിഷസ് ആൻഡ് കീപ് റോക്കിംഗ്, യു നോ, ഇറ്റ്സ് സോ നൈസ്. താങ്ക് യു. യു ടു കീപ് റോക്കിംഗ് വിത്ത് ഓൾ യുവർ സോങ്സ് ആൻഡ് യുവർ മ്യൂസിക്. ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ സംഗീതം ഇങ്ങനെ നിറഞ്ഞ് തഥാസ്തു എന്നുള്ള വാക്ക് എനിക്ക് ഗായമാണ് പഠിപ്പിച്ചത്. എൻ്റെ എല്ലാം ഞാനാ പഠിപ്പിച്ചത്. എൻ്റെ മാനസ ഗുരുവാണ്. അപ്പം അതുകൊണ്ട് ഞാൻ തിരിച്ച് തഥാസ്തു പറയട്ടെ. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വാട്ട് എവേഴ്സ് ബെസ്റ്റ് ഫോർ യു നടക്കട്ടെ. മ്യൂസിക്കലി അതർവൈസ് എപ്പോഴും എല്ലാ നന്മകളും എന്നും ഉണ്ടാവട്ടെ. ഇനി നെക്സ്റ്റ് ടൈം ഞാനിവിടെ വരുമ്പം യു ഷുഡ് പ്ലേ ദ ഗിറ്റാർ ആൻഡ് സിംഗ്. അത് നടക്കും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. നോക്കട്ടെ, ശരിയാക്കാം. എന്നാലും ഗായു പോണതിന് മുമ്പ് ഗായുവിൻ്റെ ഒരു എല്ലാവർക്കും ഇഷ്ടമുള്ള, എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട്, ഔസേപ്പച്ചൻ സാറിൻ്റെ പാട്ട്, പ്രാഞ്ചിയേട്ടൻ്റെ പാടിയിട്ടുള്ളത്. അപ്പം ഡെഫിനറ്റ്ലി ദിസ് ഷോ വിൽ ബി ഇൻകംപ്ലീറ്റ് വിതൗട്ട് അറ്റ്ലീസ്റ്റ് 4 lines ഓഫ് ദാറ്റ് സോങ്. അപ്പം ലെറ്റ്സ് സൈൻ ഓഫ് ആ പാട്ട് വെച്ച്. ആക്ച്വലി ഔസേപ്പച്ചൻ സാറിൻ്റെ പാട്ടൊന്നും ഇപ്പോൾ ഡുവറ്റിൽ വന്നില്ല. ഐ എം സോ താങ്ക്ഫുൾ ടു ഹിം. എൻ്റെ എല്ലാ ഹിറ്റ്സും തന്നിരിക്കുന്നത് ഔസേപ്പച്ചൻ സാറാണ്. എൻ്റെ നീ കണ്ണ താമരനൂലിനാൽ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ഹിം. അപ്പോൾ ഇറ്റ്സ് ബീൻ മൈ ഫോർച്യൂൺ അദ്ദേഹത്തിന് ഇപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പം പ്രാഞ്ചിയേട്ടനിലെ പാട്ടിൻ്റെ 4 വരി പാടാം. യെസ്.